ഹായ് ഡേയ്സ്, ഞാൻ മുബഷിറ ഫാറൂഖ്. ഇന്ന് നമ്മൾ മലപ്പുറം ചട്ടിപ്പറമ്പ് കോഡൂർ ബേബിത്തയുടെ വീട്ടിലാണുള്ളത്. ഇവിടെ ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സുകൾ, ഒത്തിരി വെറൈറ്റി പോട്ട്സുകളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ നല്ല ക്യൂട്ടായിട്ടുള്ള പോട്ടുകളിലാണ് ഇവിടെ പ്ലാന്റ്സുകൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതും നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒത്തിരി വെറൈറ്റി ക്യൂട്ട് പോട്ട്സുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഒത്തിരി ഫ്ലവറിങ് പ്ലാന്റ്സുകളും ഇൻഡോർ പ്ലാന്റ്സുകളും ഒക്കെ നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ ബേബിത്തയുടെ ഈ പ്രിയപ്പെട്ട ഗാർഡൻ ഒന്ന് നമുക്ക് കണ്ടിട്ട് വരാം. ഈ വീടിൻ്റെ എൻട്രൻസ് മുതൽക്കേ നമുക്ക് ഒത്തിരി ഓർക്കിഡ് പ്ലാന്റ്സിൻ്റെ കളക്ഷൻസ് കാണാൻ സാധിക്കും. ഈ ഓർക്കിഡ് പ്ലാന്റ്സുകളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന പോട്ട്സുകളാകട്ടെ വളരെ സ്പെഷ്യാലിറ്റി ഉള്ളതാണ്. നല്ല പ്രത്യേക ഡിസൈനിലുള്ള ക്ലേ പോട്ട്സുകളിലാണ് ഈ ഓർക്കിഡ് പ്ലാന്റ്സുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നീട് നമുക്കിവിടെ ഗ്രൗണ്ട് ഓർക്കിഡ് പ്ലാന്റ്സും അതുപോലെ മണി പ്ലാന്റിൻ്റെ ഒരുപാട് കളക്ഷൻസ്, കൂടാതെ ബിഗോണിയ പ്ലാന്റ്സിൻ്റെ ഒത്തിരി വെറൈറ്റി കളക്ഷൻ തന്നെ നമുക്കിവിടെ കാണാം. അതൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പോട്ട്സുകളാണ് എനിക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് ഫീൽ ചെയ്തത്. ഇവിടെ ഈ പോത്തൂസ് പ്ലാന്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പോട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇത് വെറും ഒരു സാധാരണ ബക്കറ്റാണ്. ആ ബക്കറ്റിൽ വൈറ്റ് പെയിൻറ് കൊടുത്ത് അതിൻ്റെ ഹാങ്ങിങ് പോർഷനിൽ റോപ്പ് വെച്ച് ചുറ്റിയിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഒരു പ്രത്യേക ലുക്ക് ഉണ്ട് അല്ലേ? നല്ലൊരു ക്യൂട്ടായിട്ട് തോന്നുന്ന നല്ലൊരു പോട്ട്. ഒരേ ഇനത്തിൽപ്പെട്ട പ്ലാന്റ്സുകളൊക്കെ ഒരേ തരം പോട്ട്സുകളിൽ ഒരുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് തന്നെയാണ് ഈ ഗാർഡൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. ഇങ്ങനെ പ്ലാന്റ്സുകൾ ചെയ്ത് വെക്കുന്നത് കൊണ്ട് നമുക്ക് ഏതൊരാൾക്കും അതിലേക്ക് ഒന്ന് നോക്കിപ്പോകാൻ തോന്നുന്ന ഒരു ഫീലിംഗ് ആയിരിക്കും. ഈ വീടിൻ്റെ എൻട്രൻസിൻ്റെ ഒരു വശത്ത് നമുക്ക് ഇത്രയും വെറൈറ്റി പ്ലാന്റ്സുകൾ കാണാമെങ്കിൽ മറുവശത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സുകൾ അവിടെ തന്നെ ഉണ്ട്. അവിടെ അരേക്ക പാം മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അരേക്ക പാമിൻ്റെ ഒരുപാട് കളക്ഷൻസ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഈ വീടിൻ്റെ ഗ്രൗണ്ട് വാളിൽ 2-3 സ്റ്റാൻഡുകൾ പിടിപ്പിച്ചിട്ടുണ്ട്. ഈ സ്റ്റാൻഡിൻ്റെ പ്രത്യേകത നമുക്ക് ഷെയ്ഡ് പ്ലാന്റ്സുകളൊക്കെ വെക്കാൻ പറ്റുന്ന നല്ല രീതിയിലുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആണ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഒരേ ഡിസൈനിലാണ് ഈ സ്റ്റാൻഡുകൾ ഈ വാളിൽ പിടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ലുക്ക് ഇതിന് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരുപാട് പ്ലാന്റ്സുകൾ നമുക്ക് ഈ ഒരു സ്റ്റാൻഡിൽ സെറ്റ് ചെയ്ത് വെക്കാം. കണ്ടില്ലേ, എത്രമാത്രം പ്ലാന്റ്സുകളുടെ കളക്ഷൻസ് ഈ സ്റ്റാൻഡിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്ന് നമുക്ക് കാണാം. ഒരുപാട് ഇൻഡോർ പ്ലാന്റ്സുകളാണ്, ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന പ്ലാന്റ്സുകളാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അധിക പ്ലാന്റ്സുകളും. ഇവിടെ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത് ഇവിടുത്തെ പോട്ട്സിൻ്റെ പ്രത്യേകത തന്നെയാണ്. ഒരുപോലെയുള്ള ഒരു വെറൈറ്റി, അത്ര ഭംഗിയായിട്ടുള്ള ക്യൂട്ട് പോട്ട്സുകളാണ് ഇവിടെ ഓരോ പ്ലാന്റ്സിനും കൊടുത്തിരിക്കുന്നത്. അത്രമാത്രം ക്യൂട്ട് പോട്ട്സുകളായതുകൊണ്ട് തന്നെ ഓരോ പ്ലാന്റിനും അതിൻ്റെതായിട്ടുള്ള ഭംഗി എടുത്ത് കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഡിഷീഡിയ പ്ലാന്റ്സിൻ്റെ കളക്ഷൻസ്, അതുപോലെ പോത്തോസിൻ്റെ കളക്ഷൻസ്, ബേബി സൺറോസ്, മോൺസ്റ്റർ പ്ലാന്റ്സ്, സിസി പ്ലാന്റ്, സിങ്കോണിയം തുടങ്ങിയ ഒരുപാട് പ്ലാന്റ്സ് വെറൈറ്റീസ് നമുക്ക് ഈ ഒരു സ്റ്റാൻഡിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം.
ഇത് ബ്ലാക്ക് മണി പ്ലാന്റ്, അതുപോലെ ഇത് പെപ്പറോമിയുടെ വെറിഗേറ്റഡ് ആണ്. അതുപോലെ ഇതൊക്കെ കൊടുത്തിരിക്കുന്ന ഈ ഒരു പോട്ട്സുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ ഒരു പെപ്പറോമിയ പ്ലാന്റിൻ്റെയൊക്കെ നോർമൽ ഒരു പോട്ടിൽ കൊടുക്കുകയാണെങ്കിൽ അത്ര വലിയ ഭംഗിയൊന്നുമില്ല. പക്ഷേ ഈ ഒരു ഗ്രീൻ ഷെയ്ഡിലുള്ള ഈ ഒരു പോട്ടിൽ ഒരു പ്രത്യേക ലുക്ക് അതിന് തോന്നുന്നുണ്ട്. നല്ലൊരു ആ ഒരു പ്ലാന്റിൻ്റെ സെയിം തോന്നുന്ന തരത്തിലുള്ള ഒരു പോട്ട് അല്ലേ. അതുപോലെ ഈ ഒരു ഗ്രീൻ നോർമലി നമ്മുടെ പെപ്പറോമിയ പ്ലാന്റ് ആണ്. ആ ഒരു പെപ്പറോമിയയുടെ ഈ വൈറ്റിൽ ആ ഒരു ഗ്രീൻ ഷെയ്ഡിൽ വന്നപ്പോൾ അതിനും വല്ലാത്തൊരു ലുക്ക്. അങ്ങനെ ഇവിടുത്തെ ഓരോ പോട്ട്സുകൾ നോക്കുകയാണെങ്കിലും അതിൽ വെച്ചിരിക്കുന്ന ഓരോ പ്ലാന്റ്സുകളും പ്രത്യേക ലുക്കിൽ കണ്ടില്ലേ. ഈ ഒരു സെൻസെവേരിയയുടെ വെറിഗേറ്റഡ് ഐറ്റമൊക്കെ ആ ഒരു ബ്ലാക്കിൽ ആ ഒരു യെല്ലോ ഷെയ്ഡ് വരുന്ന കാരണം വല്ലാത്തൊരു ഭംഗി അതിന് ഫീൽ ചെയ്യുന്നുണ്ട്. ഓരോ പോട്ട്സും എടുത്ത് തന്നെ പറയാം, പ്രത്യേക ഒരു വല്ലാത്തൊരു ഭംഗി തോന്നുന്ന പോട്ട്സുകളും അതിലുള്ള പ്ലാന്റ്സിൻ്റെ ഭംഗിയെ എടുത്തു കാണിക്കുന്ന തരത്തിലുള്ള പോട്ട്സുകളാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ പോട്ട്സുകളും. ഇതാ ഇവിടെ ഈ ഒരു സ്റ്റാൻഡിൽ കംപ്ലീറ്റ് ആയിട്ട് അഡീനിയം പ്ലാന്റ്സിൻ്റെ കളക്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. സിംഗിൾ പെറ്റൽ അഡീനിയംസും ഡബിൾ പെറ്റൽ അഡീനിയംസും ഒക്കെ ഒരുപാട് കളക്ഷൻസ് തന്നെ ഇവിടെ ഉണ്ട്. അതും ഒക്കെ നല്ല ബോൺസായി ടൈപ്പിൽ സെറ്റ് ചെയ്തതും അതുപോലെ നോർമലി അഡീനിയംസ് പ്ലാന്റ്സുകളൊക്കെ നമുക്കിവിടെ കാണാം. ഇവിടെ നമുക്ക് ഈ ഒരു സ്റ്റാൻഡിൻ്റെ സെറ്റിങ്സിനെ തന്നെ നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട്. ഇവിടെ ഈ അഡീനിയം പ്ലാന്റ്സ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അഡീനിയം പ്ലാന്റ്സിനെ കുറിച്ച് നമുക്കറിയാം, വെയിൽ ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് ആണല്ലോ അല്ലേ. അപ്പോൾ ഈ ഗ്ലാസ് ഷീറ്റിൽ ഇവിടെ റൂഫ് കൊടുത്തതുകൊണ്ട് ഇതിന് വേണ്ട വെയിൽ ഇവിടെ കിട്ടും. അതുപോലെ മഴയാണെങ്കിലും മഴ ഇഷ്ടപ്പെടാത്തൊരു പ്ലാന്റാണ് അഡീനിയം. അപ്പോൾ മഴയിൽ നിന്നുള്ളൊരു പ്രൊട്ടക്ഷനും ഈ ഒരു പ്ലാന്റിന് ഈ ഒരു റൂഫ് കൊണ്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാ വിധത്തിലും ഈ ഒരു പ്ലാന്റിന് വേണ്ട രൂപത്തിലുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സുകളാണ് ഈ സ്റ്റാൻഡിൽ ഇവർ കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഈ അഡീനിയം പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, നല്ലൊരു ലുക്ക് ഉണ്ട്. എല്ലാം ഒരുപോലെ സെറ്റ് ചെയ്ത് വെച്ച് അതിൽ നല്ല വലിയ വലിയ ബബിൾസ് ഒക്കെ കൊടുത്തിട്ട് നല്ല രീതിയിൽ നമുക്കൊരു അട്രാക്റ്റീവായിട്ട് തോന്നുന്ന രീതിയിലാണ് ആ ഒരു സ്റ്റാൻഡും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്കിവിടെ ഒരുപാട് ഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ കളക്ഷൻസ് ഉള്ള ഒരു സ്റ്റാൻഡാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ എഗ്ലോണിമ പ്ലാന്റ്സുകൾ മാത്രമല്ല, ഒത്തിരി ഷെയ്ഡ് ലവിങ് പ്ലാന്റ്സുകൾ തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അലോക്കേഷ്യ പ്ലാന്റ്സ്, അതുപോലെ സെൻസവേരിയ പ്ലാന്റ്സ്, പിന്നെ നമുക്ക് ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സുകൾ തന്നെ, റബ്ബർ പ്ലാന്റ് പോലെയുള്ള ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സുകൾ ഇവിടെ നമുക്ക് കാണാം. ഈ വീടിൻ്റെ മുറ്റത്ത് മാത്രം നിൽക്കുന്നില്ല ഇവിടുത്തെ പ്ലാന്റ്സിൻ്റെ കളക്ഷൻസ്. ഇവിടുത്തെ സിറ്റ് ഔട്ടിലും ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സുകൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ഓരോ പില്ലറിന് ചുറ്റിലും വ്യത്യസ്തമായിട്ടുള്ള പ്ലാന്റ്സുകളാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് പില്ലറിൽ നമുക്ക് ഒരുപാട് കലാത്തിയ പ്ലാന്റ്സിൻ്റെ കളക്ഷൻസും, മറ്റൊരു ഭാഗത്ത് ഒരുപാട് പീസ് ലില്ലിയുടെ കളക്ഷൻസ്. അതുപോലെ ഈ ഒരു വാൾ സ്റ്റാൻഡ് നോക്കൂ, ഒരു പ്രത്യേക ലുക്ക് തോന്നുന്ന നല്ലൊരു ഡിസൈനിലാണ് ഈ ഒരു വാൾ സ്റ്റാൻഡ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിലൊക്കെ ഇൻഡോർ ആന്തൂറിയം പ്ലാന്റ്സിൻ്റെ പോട്ട്സുകളാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്.
നമ്മൾ ഒരുപാട് ഇൻഡോർ പ്ലാന്റ്സുകൾ ഇവിടെ പരിചയപ്പെട്ടു. ഇനിയും ഒത്തിരി ഫ്ലവറിങ് പ്ലാന്റ്സുകൾ ഇവിടെയുണ്ട്. ബൊഗൺവില്ലയുടെയൊക്കെ ഒരുപാട് കളക്ഷൻ തന്നെയുണ്ട്. അതുപോലെ യൂഫോർബിയ പ്ലാന്റ്സ് ഒക്കെ ഒത്തിരി ഒത്തിരി വെറൈറ്റീസ് തന്നെ ഇവിടെയുണ്ട്. ഈ പ്ലാന്റ്സുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വർഷങ്ങളായിട്ട് പ്ലാന്റ്സിനെ സ്നേഹിക്കുന്ന ഒരു ഫാമിലി തന്നെയാണ് ഇവർ, അല്ലേ? ഒത്തിരി കാലപ്പഴക്കം ചെന്ന ഒരുപാട് പ്ലാന്റ്സുകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. വർഷങ്ങളായിട്ട് ചെടികളോടുള്ള സ്നേഹം വിട്ടുമാറാത്ത, ചെടികളെ മക്കളെ പോലെ സ്നേഹിച്ച് കൊണ്ട് നടക്കുന്ന ബേബി താക്കിരിക്കട്ടെ, എ ബിഗ് സല്യൂട്ട്. ഇവിടെ ചെടികൾ മാത്രമല്ല, ഇവിടെ ഒരുപാട് ഫലവൃക്ഷ തൈകളുണ്ട്. അതുപോലെ ഒരുപാട് പക്ഷികളും പൂച്ചയൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അതിനൊക്കെ എല്ലാത്തിനും പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന ഒരു ഫാമിലി എന്ന് തന്നെ പറയാം. എല്ലാത്തിനും ഒരുപോലെ കെയർ ചെയ്യുന്ന നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഫാമിലിയാണ്. അപ്പോൾ നമ്മളൊക്കെ ലൈഫിൽ കിട്ടുന്ന സമയം ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ടെൻഷൻ ഫ്രീ ആയിട്ട് ജീവിക്കാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ നമ്മൾ പ്രകൃതിയിലേക്ക്, പക്ഷികളോടും ചെടികളോടൊക്കെ നമ്മളുടെ ഇഷ്ടങ്ങൾ, സ്നേഹങ്ങൾ പങ്കുവെക്കുമ്പോൾ നമ്മൾ ലൈഫിൽ കുറേ ഹാപ്പി ആയിട്ട് വരും. അപ്പോൾ നമ്മളൊക്കെ എല്ലാവരും ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ആളുകളൊക്കെ എന്തെങ്കിലുമൊക്കെ കുറച്ച് വീട്ടിലൊക്കെ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ, എന്തെങ്കിലും ജീവികളൊക്കെ നമ്മൾ വളർത്തുകയാണെങ്കിൽ കുറേയൊക്കെ നമ്മളുടെ മൈൻഡ് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ചെറിയൊക്കെ കണ്ണു റൗസത്തേക്ക് പ്രിയം പ്ലാന്റ്സിനോടാണെങ്കിൽ അബൂബക്കറിക്ക ഒരുപാട് ഇനം വെറൈറ്റി ഫലവൃക്ഷ തൈകളാണ് ഈ തൊടിയിൽ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. പല ഇനത്തിൽപ്പെട്ട മാവിൻ തൈകളും ചാമ്പത്തൈകളും റംബുട്ടാൻ തൈകളൊക്കെ കായ പിടിച്ച് നിൽക്കുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയൊരു ഏരിയ ആണിത്. നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു സ്പേസ്, ഒരുപാട് മരങ്ങളും അതുപോലെ നല്ല ബൊഗൺവില്ലേൻ്റെ ഒരു കുടിൽ പോലെ ഇങ്ങ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇവിടെ ഇങ്ങ് വന്നിരിക്കുമ്പോൾ നല്ലൊരു കൂളിങ്, ഒരുപാട് മരങ്ങളുടെ ഇടയിലൊരു ഒരു കാട്ടിലൊക്കെ വന്നിരിക്കുന്ന ഒരു പ്രതീതി. നമുക്ക് ഫ്രീ ആയിട്ടൊക്കെ ഇരുന്നിട്ട് വായിക്കാനൊക്കെ അവിടെ ഒരു ടേബിളും ചെയറൊക്കെ ഉണ്ട്. എന്നിട്ട് വായിക്കാനും ഒക്കെ ഒന്ന് ഫ്രീ ആയിട്ട് വന്നിരിക്കാൻ പറ്റുന്ന നല്ലൊരു ഏരിയ, നല്ലൊരു സ്പേസ്. ഒരു ചൂടൊന്നും തോന്നുന്നില്ല, നല്ലൊരു കൂളിംഗ് ഉള്ളൊരു ഏരിയ. ബേബി തീയുടെ ഈ ഗാർഡനിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പ്ലാന്റ്സുകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും പ്ലാന്റ്സ് വീട്ടിൽ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും ഈ ഗാർഡനിൽ നിന്ന് ഒരുപാട് ഐഡിയാസ് കിട്ടിയിട്ടുണ്ടാവും. ഒത്തിരി വെറൈറ്റി ഡിസൈനിൽ ഇവിടെ പ്ലാന്റ്സുകൾ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ഗാർഡൻ ഐഡിയാസ് നിങ്ങൾക്ക് ലഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണല്ലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കണിലുണ്ടാവും, അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ, സീ യു, ടേക്ക് കെയർ.